ലോകത്ത് പ്രധാനമായും നിലനിൽക്കുന്ന രണ്ട് തരം ചൂഷണങ്ങളുണ്ട്. അതിലൊന്ന് രാഷ്ട്രീയ ചൂഷണമാണ്, മറ്റത് ആത്മീയ ചൂഷണമാണ്. രാഷ്ട്രീയ ചൂഷണം എന്നാൽ എന്താണ് എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. ഓരോ ഇലക്ഷൻ വരുമ്പോഴും നടക്കുന്നതും നടക്കാത്തതുമായ പതിനായിരക്കണക്കിന് വാഗ്ദാനങ്ങളുമായി പൊതുജനത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഈ രാഷ്ട്രീയ ചൂഷണത്തിന് ഒരു പരിമിതിയും ഉണ്ട്. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ പുറന്തള്ളും. അവരുടെ വാഗ്ദാനങ്ങൾ മുൻപത്തേതുപോലെ ഫലിക്കാതെ വരും. അവർക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. എന്നാൽ ആത്മീയത അങ്ങനെയല്ല. ആത്മീയ ചൂഷണം എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യന്റെ മരണം വരെ നിലക്കുകയില്ല, അവസാനിക്കുകയില്ല, തീർന്നു പോകുകയില്ല. എത്ര കാലം അവൻ നിലനിൽക്കുന്നുവോ അത്രയും കാലം ആത്മീയ ചൂഷണത്തിന് അവൻ വിധേയമായി കൊണ്ടേയിരിക്കും. കാരണം ആത്മീയ ചൂഷകർ ഭയപ്പെടുത്തുന്നത് ഖബറ് പറഞ്ഞിട്ടാണ്, മഹ്ശർ പറഞ്ഞിട്ടാണ്, സ്വർഗം പറഞ്ഞിട്ടാണ്, നരകം പറഞ്ഞിട്ടാണ്. ഈ ഭയപ്പാടിൽ നിന്ന് ഈ ചൂഷിതരായ ജനങ്ങൾക്ക് അവർ നിർഭയത്വം നൽകുന്നത് അവരുടെ ഇടപെടലുകളിലൂടെ, അവരുടെ ദുആകളിലൂടെ, അവരുടെ കറാമത്തുകളിലൂടെ, അവരുടെ ദിവ്യത്വത്തിലൂടെ, അവരുടെ അമാനുഷികതയിലൂടെ ഈ പറയുന്ന ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും എല്ലാം കാത്തുരക്ഷിക്കാൻ കഴിയുമെന്ന വ്യാജമായ പ്രതീക്ഷകൾ നൽകിയിട്ടാണ് സാധാരണക്കാരായ ആളുകളെ അവരെന്നും പറ്റിച്ചിട്ടും ചതിച്ചിട്ടുമുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, നിശ്ചയം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട വലിയൊരു വിഭാഗം, മഹാഭൂരിപക്ഷവും ലയക്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ്, അന്യായമായി അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അങ്ങനെ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജനങ്ങളെ ചൂഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജനങ്ങളെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുക എന്നതാണ്. റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ മാത്രമേ നാം ഭയക്കേണ്ടതുള്ളൂ. ഖൈറായാലും ഷർറായാലും റബ്ബിങ്കിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ദുരന്തം, എനിക്ക് വന്നൊരു രോഗം, എൻ്റെ കടം ബുദ്ധിമുട്ട്, ഇതെല്ലാം നീക്കി തരണമെങ്കിൽ എൻ്റെ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്കെന്തെങ്കിലും ഒരു ഖൈർ തരണമെങ്കിൽ, എൻ്റെ കച്ചവടത്തിൽ വളർച്ചയുണ്ടാകണമെങ്കിൽ, എൻ്റെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, ഇതിനെല്ലാം എൻ്റെ പടച്ചറബിൻ്റെ പ്രത്യേകമായ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത് വലാ മുഅ്തിയ ലിമാ മനഅത് വലാ റാദ്ദ ലിമാ ഖദൈത്. അല്ലാഹുവേ, നീ തന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ തരാനും ആരുമില്ല, നീ വിധിച്ചതിനെ റദ്ദ് ചെയ്യാനും ആരുമില്ല എന്ന് ഓരോ നമസ്കാരത്തിന് ശേഷവും പറയുന്നവരാണ് നമ്മൾ, ചൊല്ലുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. പടച്ച റബ്ബിന് മാത്രമേ അതിന് പരിഹാരം നൽകാൻ കഴിയുകയുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസം അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വലം യൽബിസൂ ഈമാനഹും ബിദുൽം, അവരുടെ വിശ്വാസത്തെ ദുൽമ കലർത്താത്തവർ, അക്രമം കലർത്താത്തവർ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവരാകുന്നു നേർമാർഗം പ്രാപിച്ച ആളുകൾ.